വളരെയേറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത്. ഈസ്റ്റ് കോസ്റ്റ് കുടുംബ നവമാധ്യമ സൗഹൃദ സംഗമം ഈസ്റ്റ് കോസ്റ്റിൻ്റെ നവമാധ്യമ സൗഹൃദ മേഖലകളിലെ പ്രവർത്തനത്തിൻ്റെ 5ാം വർഷങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ വിളംബരവും പ്രഖ്യാപനവും കൂടി നടത്തുന്ന ഒരു വേദിയായതുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയൻ സാർ തന്നെ ആമുഖമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 5 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു തമാശ എന്നുള്ള രീതിയിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ നവമാധ്യമ കുടുംബ സൗഹൃദ കൂട്ടായ്മ എന്നത്. പക്ഷേ അത് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചതുപോലെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്തങ്ങളായ ജീവിത മാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ വളരെയേറെ തിരക്കേറിയ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളം മാതൃഭാഷയായി അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ആയിരക്കണക്കായ ആളുകളാണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ നവമാധ്യമ കുടുംബ സദസ്സിൽ അംഗങ്ങളായി വന്നു ചേർന്നിരിക്കുന്നത്. 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ എനിക്ക് വളരെ വ്യത്യസ്തതയോടുകൂടി ഓർക്കുവാൻ കഴിയുന്നത്, ഒരുപാട് മുഖങ്ങൾ, പഴയ മുഖങ്ങൾ പലതും കാണുവാൻ കഴിയുന്നില്ല. പുതിയ മുഖങ്ങൾ ഒട്ടേറെ വന്നിട്ടുമുണ്ട്. പഴയ മുഖങ്ങളിൽ പലതും, ഇവിടെ കാണാതിരിക്കുന്ന മുഖങ്ങളിൽ പലതും ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുടുംബ സൗഹൃദ മാധ്യമവേദിയായ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലി ക്ലബിൽ ഇപ്പോഴും വളരെ സജീവമായി എഴുത്തിലൂടെയും അവരുടെ പ്രതികരണങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും ഒക്കെ നിരന്തരമായി നിറഞ്ഞു നിൽക്കുന്നവരുമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആരും വിട്ടുപോയിട്ടുള്ളവരല്ല. ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പ്രവൃത്തി ദിവസമായതിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം ഒരുപാട് ആളുകളെ ഇതിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഈ കുടുംബത്തിലെ അംഗങ്ങളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ അവർക്കതിനുള്ള അപര്യാപ്തതകൾ സൃഷ്ടിച്ചത് എന്ന് വിചാരിക്കുന്നു. അത്രത്തോളം സജീവമായി, സചേതനമായി ഈസ്റ്റ് കോസ്റ്റിൻ്റെ എല്ലാ പരിപാടികൾക്കും യന്ത്രത്തിൽ സമാനമായ മനസ്സോടെ, മസ്തിഷ്കത്തോടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. സാംസ്കാരികമായി, സാമൂഹ്യമായി, സാഹിത്യപരമായി ഒക്കെ ജീവിതത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ ഇടപെടുന്ന ഒട്ടനവധി ആളുകൾ, എല്ലാ മേഖലകളിലും അവരവരുടേതായ കഴിവ് പ്രകാശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള, അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതായ ഒരുപാട് ആളുകൾ. സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്ത് നോക്കുമ്പോൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഫാമിലി ക്ലബിൽ വരുന്ന എഴുത്തുകൾ, ഈസ്റ്റ് കോസ്റ്റ് daily.com വരുന്ന ആ വാർത്താമാധ്യമത്തിൽ വരുന്ന എഴുത്തുകൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടുത്തെ ചില പത്രങ്ങൾ അവരുടെ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു വാക്യം എഴുത്തിലൂടെ പ്രാവർത്തികമാക്കുന്ന ഒരു ശൈലി അനുഷ്ഠിക്കുന്നവരാണ് ഈസ്റ്റ് കോസ്റ്റ് daily.com ഈസ്റ്റ് കോസ്റ്റ് ഫാമിലി ക്ലബിലും എഴുതുന്ന പലരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനത് സൂചിപ്പിച്ചത് നിർഭയമായ എഴുത്തിൻ്റെ ഒരു കളരിയാണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ സൗഹൃദ കൂട്ടായ്മയുടെ വേദിയും ഓൺലൈൻ വേദിയും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചങ്കു തുറന്ന് അഭിപ്രായം പറയുവാൻ കഴിവുള്ള എഴുത്തുകാർക്ക് അഭിപ്രായ പ്രകടനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ, അഭിപ്രായങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി മനസ്സിൽ നിന്ന് വലിച്ചു കീറി പുറത്തേക്ക് എറിഞ്ഞ് വായനക്കാരുടെ കയ്യിൽ നിന്ന് അനുകൂലമായാലും പ്രതികൂലമായാലും എന്ത് പ്രതികരണമാകും ഉണ്ടാകുക എന്നുള്ള മുൻവിധി ഒന്നും നോക്കാതെ സത്യത്തെ സത്യമായി തന്നെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വേദിയായി ഈസ്റ്റ് കോസ്റ്റ് ഓൺലൈനിലെ വാർത്താ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ എഴുതുന്ന പല ആളുകളും, വളരെ ശക്തമായ ഭാഷയിൽ എഴുതുന്ന പല ആളുകളുണ്ട്. രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം, സാംസ്കാരികം, കല, എല്ലാ മേഖലകളെക്കുറിച്ചും നിരന്തരമായ എഴുത്തുകളിലൂടെ. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ ആകസ്മികമായി, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു നിയോഗമാണ് ഇവിടെ വർത്തമാനം പറയുവാനുള്ളത്. മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒന്നും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് വളരെ ഒരു അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ, ഈ സൗഹൃദ കൂട്ടായ്മയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ ലഭിച്ചിട്ടുള്ള അവസരം സാംസ്കാരിക രംഗത്ത്, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒട്ടേറെ ഒരു ആത്മധൈര്യം പകർന്നു തന്നിട്ടുള്ള, മുന്നോട്ട് പോകുവാനുള്ള വഴി തുറന്നു തന്നിട്ടുള്ള ഒരു വിശാലമായ വേദിയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ കുടുംബത്തിലെ അംഗമാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ daily.com ഏറെക്കാലം അതിഥി എന്നുള്ള നിലയിലും
വളരെ ചെറിയ ഹ്രസ്വമായ ഒരു കാലയളവിൽ അതിലെ പത്രാധിപ സമിതി അംഗം എന്നുള്ള നിലയിലുമൊക്കെ പ്രവർത്തിക്കുവാൻ ലഭിച്ചിട്ടുള്ള അവസരവും ജീവിത പുണ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ഈ സംരംഭങ്ങളെ കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക്, കൂടുതൽ സാമൂഹ്യ പങ്കാളിത്തത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു തയ്യാറെടുപ്പാകട്ടെ 5ാം വർഷത്തെ ഈ 5ാം പിറന്നാളിൽ നമ്മുടെ പ്രതിജ്ഞ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വളരെ മനോഹരമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. വിസ്മയകരമായ, അപ്രതീക്ഷിതമായ ഒരു തുടക്കത്തോടു കൂടി തന്നെയാണ് അവതാരക പറഞ്ഞതുപോലെ ഈ പരിപാടികളുടെ ആരംഭം നാന്ദി കുറിച്ചത് തന്നെ. ഇനിയും അതിലേറെ വിസ്മയിപ്പിക്കുന്ന, അതിലേറെ അതിശയിപ്പിക്കുന്ന പല പരിപാടികളും വരുവാനിരിക്കുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ പുതുവർഷത്തിൻ്റെ പുലരിയിൽ 5 വർഷം പിന്നിടുന്ന ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു സൂര്യനുണ്ട്, ഒരു നാഥനുണ്ട് എന്നുള്ള ചിന്തയാണ് മറ്റു പല ഗ്രൂപ്പുകളെക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. മുഖപുസ്തകത്തിൽ തന്നെ ഞാൻ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 50-ലധികം ഗ്രൂപ്പുകളിൽ അംഗമാണ്. പല ഗ്രൂപ്പുകളുടെയും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അവരുടെ നിരന്തരമായ എഴുത്തുകളിലും വേദികളിലുമൊക്കെ എൻ്റെ സാന്നിധ്യം ഞാൻ അറിയിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നാഥനുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ, ഒരു നിയന്ത്രിക്കുവാൻ ഒരാളുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ, തെറ്റ് കണ്ടാൽ ഒരു ഹെഡ് മാസ്റ്ററെ പോലെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ചൂരൽ വടി കൊണ്ട് തല്ലുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു നാഥനുള്ള ഒരു ഗ്രൂപ്പിനെ പോലെ മുന്നോട്ട് പോകുന്ന ഈ ഗ്രൂപ്പ് തീർച്ചയായും മറ്റ് സൗഹൃദ കൂട്ടായ്മകളെക്കാളൊക്കെ, മറ്റ് ഗ്രൂപ്പുകളെക്കാളൊക്കെ വ്യത്യസ്തമാണ്. അതുതന്നെയാണ് ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തിയും കരുത്തും. നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ വിഭിന്ന മേഖലകൾ, ചലച്ചിത്ര മേഖലയിലായാലും ശരി, സംഗീത ശാഖയിലായാലും ശരി, ഗാന രചനാ മേഖലയിലായാലും ശരി, പത്രപ്രവർത്തന മേഖലയിലായാലും ശരി, നവമാധ്യമ കുടുംബ സൗഹൃദ സംഗമ വേദികളിലൊക്കെ ആയാലും ശരി തന്നെ സാംസ്കാരിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈസ്റ്റ് കോസ്റ്റ് എന്ന വലിയ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സൗഹൃദ കൂട്ടായ്മയും ഈ ഒത്തുചേരലും ഒക്കെ. തീർച്ചയായും നമുക്കിത് നമ്മുടെ മനസ്സുകളിൽ കൂടുതൽ ദൃഢമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈസ്റ്റ് കോസ്റ്റിൻ്റെ സൗഹൃദ കൂട്ടായ്മ, ഈസ്റ്റ് കോസ്റ്റ് ഫാമിലി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി, കൂടുതൽ സചേതനമായി 5ാം വർഷത്തിൽ ആരംഭിക്കുവാനുള്ള പ്രതിജ്ഞയോടുകൂടി പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മയും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. ഒരു നല്ല വർഷം, നവവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.